എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാസുക അവനാണെങ്കിൽ ആ 9 ബീസ്റ്റുകളുടെയും പവർ അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാണ്. അത് കണ്ട് ടെൻഷനായിട്ട് ഇപ്പൊ കുറാമ ആള് നറൂട്ടോട് പറയും, നറൂട്ടോ, സാസുക അവൻ ആ 9 ബീസ്റ്റുകളുടെയും അവൻ ആ 9 ബീസ്റ്റുകളുടെയും പവർ അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അവന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയില്ല. അവന്റെ പവർ അത് അത്രമേൽ എൻഹാൻസ് ആവും. സോ ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവനിത് ഗേഡ് സ്ട്രെച്ച് ഉപയോഗിച്ചല്ല, മറിച്ച് സുസാനയാണ് അവന്റെ വെസലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ സുസാന അതാ 9 ടൈലിലെ പവർ അബ്സോർബ് ചെയ്ത് ഫുൾ പവറിൽ അപ്ഗ്രേഡഡ് ആയി അങ്ങനെ മാസായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവൻ ഒട്ടും പേടിയില്ലാതെ അവന്റെ 4 ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് സാസുക ചിരിക്കും. നീ എപ്പോഴും ഒറ്റയ്ക്കായതുകൊണ്ടല്ലേ എന്ത് സംഭവിച്ചാലും നീ നിന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നിന്റെ ഈ ക്ലൗൺസ് വിദ്യ അതെന്റെ മുൻപിൽ വിലപ്പോകില്ല എന്ന് പറഞ്ഞ് സുക അവൻ ആ സുസാന സ്റ്റിക്ക് അതുപയോഗിച്ച് ഇപ്പൊ റിയൽ നറൂട്ടോയെ ആഞ്ഞൊരൊറ്റ അടി. ആ ഒരു അടിയില് നറൂട്ടോ കറങ്ങി അടിച്ച് അങ്ങനെ താഴെ വീഴും. സുസാന വീണ്ടും ആ ക്ലൗൺസുകളുടെ ഒത്ത നടുവിലേക്ക് വരും. എന്നിട്ട് വീണ്ടും അവന്റെ 9 ബീസ്റ്റുകളുടെയും പവർ എടുത്ത് അങ്ങനെ അറഞ്ചം പൊറഞ്ചം ഓരോ ക്ലൗൺസുകളെയായി തല്ലാനായിട്ട് ആരംഭിക്കും. ഉടനെ നറൂട്ടോ അവൻ ചാടി എഴുന്നേറ്റ് സാസുകയെ പിടിച്ച് വലിച്ച് അവനെ തല്ലി തകർക്കാൻ ശ്രമിക്കും. പക്ഷെ നറൂട്ടോ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സുസാനെ തകർക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. ഉടനെ സുസാന അവൻ ഫുൾ പവറിൽ ഒരു സ്ക്വാഡ് എടുത്ത് കുറാമയുടെ ഒരു കൈ അതങ്ങനെ വെട്ടിയെറിയാണ്. സുസാനയാണെങ്കിൽ വീണ്ടും തണ്ടർ ബ്ലേഡ് ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് കുറാമെ അറ്റാക്ക് ചെയ്യും. അടുത്ത സെക്കൻഡ് നറൂട്ടോ അവൻ വീണ്ടും അവന്റെ ക്ലൗൺസിനെ കൊണ്ടുവന്ന് ടെയിൽഡ് ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്ത് ഓരോ ഭാഗത്തു നിന്നും സുസാനയ്ക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ ഈസി ആയിട്ട് സുസാന അവൻ ഓരോ ബോംബുകളിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവസാനം സാസുക അവനിപ്പോ ലൈറ്റ്നിങ് ആരോ ക്രിയേറ്റ് ചെയ്ത് നറൂട്ടോയെ ഫോക്കസ് ചെയ്യും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. കുട്ടപ്പന്റെ 9 ടൈൽ കുറാമ അവനാണെങ്കിൽ ഇപ്പൊ സേജ് ജിപ്സുലേക്ക് പോയി കഴിഞ്ഞു. അടുത്ത നിമിഷം കുറാമ അവൻ ആ സേജ് പവർ അതങ്ങനെ അബ്സോർബ് ചെയ്ത് കുട്ടപ്പന്റെ ബോഡിയിലേക്ക് പോവും. ക്ലൗൺസുകളെല്ലാം ചേർന്ന് ഇപ്പൊ 3 തലയുള്ള കുറാമയായി മാറും. അത് കണ്ട് സാസുക അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി ഇപ്പൊ നറൂട്ടോയെ നോക്കി നിൽക്കുകയാണ്. കുറാമയെ കൊണ്ട് സേജ് പവർ അബ്സോർബ് ചെയ്ത് ഇപ്പൊ നറൂട്ടോ അവന്റെ പവർ അത് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞു. കുറാമ അവന്റെ 2 കൈയിലും റസൻ ഷുരീങ്കൻ അത് ക്രിയേറ്റ് ചെയ്ത് പതിയെ പഴയ മെമ്മറിയിലേക്ക് പോവാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത നറൂട്ടോ അവൻ നിലവിളിച്ചു പറയും, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞ് ആ റസൻഗൺ ഷുരീങ്കൻ 2ഉം അവന് നേരെ വലിച്ചെറിയും. ഉടനെ സാസുക അവന്റെ ബോഡിയിൽ നിന്ന് അൺലിമിറ്റഡ് ലൈറ്റ്നിങ് പവർ അത് റിലീസ് ചെയ്യും. നറൂട്ടോയുടെ പവറും സാസുകയുടെ പവറും അത് രണ്ടും കൂട്ടിയിടിച്ച് ആ ഒരു വലിയ പൊട്ടിത്തെറിയില് ഹാസ്റാമയുടെയും ടോബുറാമയുടെയും അങ്ങനെ എല്ലാ ഹൊക്കാഗമാരുടെയും ശിലകള് അങ്ങനെ പൊട്ടിത്തെറിച്ചു പോവും. മാത്രമല്ല ആ ഒരു അറ്റാക്ക് അത് മറ്റ് ഡയമെൻഷനിൽ പോലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ ഷോക്കായിട്ട് മുൻപോട്ട് നോക്കും. അപ്പോഴായിരിക്കും ആ ഒരു അറ്റാക്കില് വലിയൊരു ചുഴലിക്കാറ്റ് പോലെ എന്തോ ഒന്ന് ക്രിയേറ്റ് ആയിട്ട് വരുന്നത് അവൻ കാണുക. കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ സാക്കുറെ തൂക്കിയെടുക്കും. അതിനുശേഷം സേഫായ ഒരു സ്ഥലം നോക്കി അവളെയും കൊണ്ട് ഉഷാറായിട്ട് ഓടും. അതേസമയം സാസുകയും നറൂട്ടോയും അവരുടെ 2 പേരുടെയും പവർ അങ്ങനെ കുറഞ്ഞ് താഴേക്ക് വീഴും. സാസുകയാണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. കുട്ടപ്പനാണെങ്കിൽ നേരെ നിൽക്കാൻ പോലും കഴിയില്ല. അപ്പോഴായിരിക്കും കുറാമ പറയുക, എന്റെ കയ്യില് ഇപ്പൊ പവർ ഇല്ല. ആ ഒരു സേജ് ജിപ്സു അതെടുത്തോണ്ട് തന്നെ നമ്മുടെ പവർ മുഴുവൻ ഡ്രെയിനായി. അതേസമയം സാസുക അവൻ അമത്രാസ് ഫയർ എടുത്ത് ഇപ്പൊ നറൂട്ടോയ്ക്ക് നേരെ എറിയും. പക്ഷെ ഓൾറെഡി നറൂട്ടോ 9 ടൈൽ മോഡിലായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തില് അവൻ ആ ഫയർ അത് താഴേക്കിടും. സാസുയ്ക്കിപ്പോ അവന്റെ ലെഫ്റ്റ് കണ്ണിന് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അവൻ കണ്ണു പൊത്തി നിലവിളിക്കുമ്പോഴേക്കും നറൂട്ടോ അടുത്തേക്ക് വന്ന് സാസുകയെ തൂക്കിയെടുത്ത് അങ്ങനെ തല്ലി കൊല്ലുകയാണ്. സാസുക കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ ലൈറ്റ്നിങ് പവർ അത് ക്രിയേറ്റ് ചെയ്യും. അത് കാണേണ്ട താമസം നറൂട്ടോ അവന്റെ റസൻഗണ്ണും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അല്പസമയം കൊണ്ട് തന്നെ അവരുടെ ചിത്തോരി പവറും റസൻഗൺ പവറും അത് രണ്ടും പതിയെ അങ്ങനെ ഇല്ലാതാവാൻ തുടങ്ങും. ഓൾമോസ്റ്റ് അവരുടെ പവർ മുഴുവനായിട്ടും ഡ്രെയിനായി കഴിഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ട് വലിഞ്ഞു നുവർന്ന് അവർ പരസ്പരം ഫൈറ്റ് ചെയ്യും. സാസുകയാണെങ്കിൽ നറൂട്ടോയുടെ ദേഹത്ത് കയറിയിരുന്ന് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. ഉടനെ നറൂട്ടോ കാലുമടക്കി ഇപ്പൊ സാസുകയെ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. വീണ്ടും അവർ 2 പേരും പരസ്പരം ആഞ്ഞടിക്കും. സാസുകയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്രയൊക്കെ ഇടിച്ചിട്ടും
നറൂട്ടോ അവൻ വീഴുന്നില്ല. അവരുടെ ഇടിയില് ഇപ്പൊ രണ്ടുപേരുടെ അണപ്പല്ല് അത് തെറിച്ചു പോവും. ആ വേദനയില് അവര് നിലവിളിക്കും. സാസുക അറഞ്ചം പുറഞ്ചം കുട്ടപ്പൻ ഇടിച്ചിട്ടും അവൻ തോൽക്കുന്നില്ല. അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ ഫ്ലാഷ് ബാക്കില് ചെറുപ്പത്തിൽ സാസുകയുടെ ഒറ്റ ഇടിക്ക് നിലം പരിച്ചായ നറൂട്ടോ ആയിരിക്കും ഇപ്പൊ സാസുക ആലോചിക്കുക. നറൂട്ടോ ആണെങ്കില് സാസുക ഒരുപാട് ചീത്ത വിളിക്കും. ഉടനെ സാസുക ഓടി വന്ന് അവന്റെ കോളറിൽ പിടിക്കും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റിൽ സാക്കുറ അവൾ കണ്ണു തുറക്കും. കാക്കാഷി മാസ്റ്റർ ആണെങ്കില് ശ്വാസം വലിച്ചു വിടും. കാക്കാഷി അവളുടെ കൈ പിടിച്ച് ഞാനാണ് കാക്കാഷി. നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അവരുടെ ഫൈറ്റ് കാണിക്കും. ഒട്ടും വയ്യാതായിട്ടും അവര് ഫൈറ്റ് ആണെങ്കിൽ നിർത്താൻ തയ്യാറാവില്ല. നറൂട്ടോയുടെ ഹെഡ് ബാൻഡ് അതിപ്പോ പതിയെ താഴേക്ക് വീഴും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. സാസുക അവന്റെ റെനിങ്ക പവർ വെച്ച് കുട്ടപ്പന്റെ ബാക്കിയുണ്ടായിരുന്ന എല്ലാ പവറും അബ്സോർബ് ചെയ്തെടുക്കും. അതിനുശേഷം അവൻ ലൈറ്റ്നിങ് ജിപ്സും എടുത്ത് ഇപ്പൊ അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. സാസുകയാണെങ്കിൽ അവന്റെ പവർ എടുത്ത് അവന്റെ അടുത്തെത്താൻ നേരം ഭാഗ്യത്തിന് നറൂട്ടോ ചാടി എഴുന്നേറ്റ് അവന്റെ തലക്കൊരു ഒറ്റ അടി. ആ ഒരു അടിയില് അവൻ തെറിച്ച് ദൂരേക്ക് പോവും. സാസുക അലറി പറയും, നീ വീണ്ടും വീണ്ടും എന്നോട് മത്സരിക്കുകയാണല്ലേ, നീ ഇപ്പൊ തന്നെ ഗിവപ്പ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. സാസുക ചിത്തോരി പവർ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അതിൽ ഫ്ലെയിം കണക്ട് ചെയ്യും. കട്ട് ചെയ്ത ഇത്തവണ കുറാമ അവൻ കറക്റ്റായിട്ട് പവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. കുറാമ നറൂട്ടോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ പവർ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് എങ്ങനെ വേണമെങ്കിലും അവനെ നിനക്ക് അറ്റാക്ക് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാം. നറൂട്ടോ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ കുറാമയെ നോക്കി ചിരിക്കും. അതിനുശേഷം കുറാമയും നറൂട്ടോയും അവർ രണ്ടുപേരും പരസ്പരം കൈ ചേർത്ത് വെച്ച് ഇപ്പൊ ഫീസ്റ്റ് പോകാൻ പഠിക്കും. കുറാമയ്ക്കാണെങ്കിൽ നറൂട്ടോയെ കാണുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. കുറാമ നറൂട്ടോയെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഓർത്ത് നറൂട്ടോട് പറയും, നിന്നെ കൊണ്ട് മാത്രമേ സാസുകയെ തിരികെ കൊണ്ടുവരാൻ കഴിയൂ. അത്രയും പവറും കഴിവും എബിലിറ്റിയും അത് നിനക്ക് മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്താ ഇവിടെ സാസുക അവൻ ആ ചിത്തോരി പവറും ഫയറും ഒക്കെ റെഡിയാക്കി കുട്ടപ്പനെ തന്നെ എയിം ചെയ്ത് നിൽക്കും. നറൂട്ടോ ഫുൾ സ്പീഡില് സാസുകയുടെ അടുത്തേക്ക് ഓടി അടുക്കും. അവൻ കൈ നീട്ടും. എന്നിട്ടോ നെജി, ടെൻടൻ അങ്ങനെ ലീഫ് വില്ലേജിലുള്ള എല്ലാവരും ചേർന്ന് അവനൊരു റസൻ ഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് അങ്ങനെ കാണിക്കും. നോ എന്നലറിക്കാറി ഇപ്പൊ രണ്ടുപേരും ആഞ്ഞെട്ടിക്കും. ആ ഒരു വമ്പനിടിയില് അവിടെ മുഴുവൻ തകരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.